എന്നിൽ നിറയണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയായി ഞങ്ങളിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നിജ്വാലയായി ഞങ്ങളിൽ കത്തിപ്പടരണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയായി ഞങ്ങളിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നിജ്വാലയായി ഞങ്ങളിൽ കത്തിപ്പടരണമേ, ജലത്തിൻ അരുവിയായി നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയായി ഞങ്ങളിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നിജ്വാലയായി ഞങ്ങളിൽ കത്തിപ്പടരണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ. എന്നിൽ കത്തിപ്പടരണം, എല്ലാവരും ചേർത്ത് പാടാം. അലയായി എന്നിൽ കത്തിപ്പടരണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നിജ്വാലയായി ഞങ്ങളിൽ കത്തിപ്പടരണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു, ഫിൽമി 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 പരിശുദ്ധാത്മാവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. കത്തിപ്പടരണമേ, ഞങ്ങൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ, അഭിഷേകം നൽകണം. എല്ലാവരും ഒരു പുതിയ അഭിഷേകത്തിനായി പ്രാർത്ഥിക്കാം, പുത്തൻ അഭിഷേകത്തിനായി പ്രാർത്ഥിക്കാം. ശലബല ഹൽബല 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 അഭിഷേകം നൽകണേ. ഞങ്ങളിലുള്ള എല്ലാ വരദാനങ്ങളും അഭിഷേകമാകണമേ. ഞങ്ങളിലുള്ള എല്ലാ വരദാനങ്ങളും അഭിഷേകമാക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെയും, നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ മലയാളത്തിൽ ഒരു പ്രോഗ്രാമിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ മലയാളത്തിൽ ശുശ്രൂഷ വീണ്ടും തുടങ്ങുന്നത്. കുറേ നാളുകളായിട്ട് നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയുടെ ഫലവും കർത്താവ് തന്നെ അരുളി ചെയ്ത പ്രവചനത്തിൻ്റെ പൂർത്തീകരണമായിരുന്നു. പ്രവചനങ്ങൾ നിങ്ങൾക്ക് അറിയാം. കർത്താവ് പറഞ്ഞു, ന്യൂ ഹൊറൈസോൺ, യു ഷുഡ് ഓപ്പൺ, പുതിയ ചക്രവാളങ്ങൾ, പുതിയ ശുശ്രൂഷകൾ. കഴിഞ്ഞ 1-2 മാസമായിട്ട് ഒരു ദിവസം പോലും ഇടവിടാതെ തുടർച്ചയായ ശുശ്രൂഷകളായിരുന്നു പല യൂറോപ്യൻ രാജ്യങ്ങളിലും. നിങ്ങളത് ഇംഗ്ലീഷിൽ കുറേ പേര് കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഭാഷയൊന്നും പരിശുദ്ധാത്മാവിനൊരു പ്രശ്നമല്ല. വളരെയധികം അഭിഷേകത്തിൻ്റെ തരംഗം നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. ഇതാ ഇന്ന് ഞാൻ ഇവിടെ നിന്ന് നാട്ടിലേക്ക് പുറപ്പെടുകയാണ്, യൂറോപ്പിൽ നിന്ന്. ഇനി 1 മാസം നാട്ടിലായിരിക്കും. ആ സമയത്ത് കൂടുതൽ മലയാളം പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം നാട്ടിൽ 2 പ്രോഗ്രാമുകൾ വരദാന വളർച്ചയ്ക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ഒന്ന് 7-ാം തീയതി ജൂലൈ 7, 8, 9 എമ്മാവൂസിൽ വെച്ചാണ്. അതിൻ്റെ നോട്ടീസ് എല്ലാവർക്കും അയച്ചിട്ടുണ്ട്. അതിൽ നിങ്ങളെല്ലാം വളരെ ബുദ്ധിമുട്ടിയാലും വന്ന് ചേർന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നന്നായിരിക്കും. അതിൻ്റെ വരദാന വളർച്ചയെക്കുറിച്ചുള്ള ഒരു ഫോളോ അപ്പ് മാതിരിയാണ് ഞാൻ ഈ ഇന്നത്തെ ക്ലാസ് ചിന്തിക്കുന്നത്, പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നത്. അതോടൊപ്പം അട്ടപ്പാടിയിൽ സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ ജൂലൈ മാസം 20 മുതൽ 24 വരെ വരദാന വളർച്ചാ ധ്യാനത്തിൻ്റെ ഒരു ധ്യാനമുണ്ട്. എന്നാൽ അത് ഇംഗ്ലീഷിലാണ്. നമ്മൾക്കെല്ലാം കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയാവുന്നവരാണ്. ഞാൻ ഇടയ്ക്ക് മലയാളവും പറയും അവിടെ, നോട്ടീസിൽ അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിൽ. അതുകൊണ്ട് ഒരുവിധം കുറച്ചെങ്കിലും ഇംഗ്ലീഷ് മനസ്സിലാവുന്നവർ അതിൽ വന്ന് പങ്കെടുക്കുകയും അങ്ങനെ നിങ്ങളിലുള്ള വരദാനങ്ങളെ ജ്വലിപ്പിക്കാനുള്ള വലിയൊരു അവസരമായിരിക്കും അത്.
അപ്പോൾ ഈ 2 പ്രോഗ്രാമിനും വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കേരളത്തിൽ ഈ ജൂലൈ മാസത്തിൽ നടക്കാൻ പോകുന്ന ഈ 2 പ്രോഗ്രാം, പ്രത്യേകിച്ച് എമ്മാവൂസ് എറണാകുളത്ത് കളമശ്ശേരിയിൽ നടക്കുന്നത് മുഴുവൻ മലയാളത്തിലായിരിക്കും. അതിന് നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നായാലും സാധിക്കുന്നവരെല്ലാം വരിക. അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ശലബല ഹലബല ഹലബല ഹലബല. ഇതാ കർത്താവ് അരുളി ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 12-ാമത്തെ വചനമാണ് പറയുന്നത്. ആമേൻ, ആമേൻ. സത്യം സത്യമായി ഞാൻ അരുളി ചെയ്യുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്ത പ്രവൃത്തികൾ ചെയ്യും, ഇവയേക്കാൾ വലിയവയും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും ചെയ്യും. സ്നേഹമുള്ളവരെയും, സുവിശേഷത്തിൻ്റെ ഈശോയുടെ മനുഷ്യാവതാരം, ഈശോയുടെ മാമോദീസ, ഈശോയുടെ പരസ്യജീവിതം, ഈശോയുടെ പീഡാസഹനം, മരണം, ഉയർപ്പ്, സ്വർഗാരോഹണം, ഇതാണ് സുവിശേഷം. ഇതാണ് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ. എന്നാൽ ഇതെല്ലാം സൂപ്പർ നാച്ചുറലാണ്. ഇതെല്ലാം പ്രകൃത്യാതീതമായ കർത്താവിൻ്റെ ഒരു ശുശ്രൂഷയാണ്. ഞാൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനാണ് എന്ന് പറഞ്ഞ ഈശോ നമ്മെ ശുശ്രൂഷിക്കാനായി മനുഷ്യാവതാരം ചെയ്തുകൊണ്ട് നമ്മുടെ ബലഹീനമായ മനുഷ്യപ്രകൃതിയെ ദൈവം ഏറ്റെടുത്ത്, മനുഷ്യപ്രകൃതിയെ ദൈവം ഏറ്റെടുത്ത് ദൈവപ്രകൃതി നമുക്ക് തന്നു. അതാണ് മനുഷ്യാവതാരത്തിൻ്റെ രഹസ്യം. ആ രഹസ്യത്തിൻ്റെ പൂർണ്ണമായ അനുഭവമാണ് വീണ്ടും ജനനവും, നമ്മളിലുള്ള അത്ഭുത രോഗശാന്തികളും, നമ്മളിലുള്ള രൂപാന്തരീകരണവുമെല്ലാം. ഇനിയും നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായ രൂപാന്തരീകരണം ഉണ്ടായിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു കാരണം ഈ സൂപ്പർ നാച്ചുറൽ, ഈ പ്രകൃത്യാതീത അവസ്ഥയെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ രോഗശാന്തിക്ക് പ്രാർത്ഥിക്കുമ്പോഴും എൻ്റെ അവസ്ഥ ഇതായിരുന്നു. ഞാൻ സാധാരണഗതിയിൽ ജന്മനാ അസുഖമുള്ളവർക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാറൊന്നുമില്ല. എന്നാൽ ഇപ്പോൾ കർത്താവ് നമ്മളെ കാണിച്ചു തരുന്നത്, കർത്താവ് ജന്മനാ രോഗികളായിട്ടുള്ള നിരവധി പേരെ സൗഖ്യപ്പെടുത്തിയ സംഭവമാണ്. ഒരുപക്ഷേ ഒരുപാട് പേർക്ക് ഓട്ടിസമായിട്ടും ഡൗൺ സിൻഡ്രോമായിട്ടും ജന്മനാ മുടന്തരായിട്ടും ജന്മനാ അംഗവൈകല്യമുള്ളവരായിട്ടുള്ളവരും ഉണ്ട്. എന്നാൽ നമ്മൾ അതിനൊന്നും കാര്യമായിട്ട് പ്രാർത്ഥിക്കാറില്ല. കാരണം അത് ജന്മനാ അങ്ങനെയാണ്, എന്ത് ചെയ്യാൻ പറ്റും. പക്ഷേ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. കർത്താവ് തന്നെയാണ് അവരെ സൃഷ്ടിച്ചത്. കർത്താവിന് തെറ്റുപറ്റും അവരെ സൃഷ്ടിക്കുമ്പോൾ. അപ്പോൾ എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ അവരെ സൃഷ്ടിച്ചത്? അതിനുത്തരം യോഹന്നാന്റെ സുവിശേഷത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. 9-ാമത്തെ അധ്യായത്തിൽ ജന്മനാ അന്ധനായ ഒരുവനെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. യോഹന്നാൻ 9-ാം അധ്യായം, അവൻ കടന്നു പോകുമ്പോൾ ജന്മനാ അന്ധനായ ഒരുവനെ കണ്ടു. ജന്മന അന്ധനായ. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, റബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപനിമിത്തമാണ്? ഇതാണ് നമ്മളിപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ കാര്യമാണ് പലരും ചിന്തിക്കുന്നത്. അതാണ് നമ്മുടെ മാനുഷികമായ ചിന്ത. പത്രോസേ, നീ ദൂരെ പോവുക, സാത്താനെ ദൂരെ പോവുക എന്ന് പറഞ്ഞ് പത്രോസിന് കർത്താവ് ഒരു ഡെലിവറൻസ് നടത്തി. എന്തായിരുന്നു പത്രോസിലുള്ള പിശാച്? സാത്താനെ, നീ എൻ്റെ പിന്നിൽ നിന്ന് പോവുക, ഗെറ്റ് അവേ സൈറ്റൻ ബിഹൈൻഡ് മീ. എന്തായിരുന്നു പത്രോസിലുള്ള പിശാച്? നിന്റെ ചിന്ത മാനുഷികമാണ്, ദൈവികമല്ല. നമ്മൾ പിന്നെ എന്ത് ചിന്തിക്കും? എന്നാൽ കർത്താവ് അരുളി ചെയ്യുകയാണ്, മനുഷ്യരായ നമ്മളെല്ലാവർക്കും, പ്രത്യേകിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവർക്കും സൂപ്പർ നാച്ചുറൽ, ദൈവികമായി ചിന്തിക്കാനുള്ള കൃപ തന്നിട്ടുണ്ട്. നമ്മളങ്ങനെ ചിന്തിക്കുന്നില്ല. അതാണ് നമ്മുടെ പ്രശ്നം. വരദാന അഭിഷേകം എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ കാര്യമല്ല. എല്ലാ വരദാനങ്ങളും
ദൈവത്തിൻ്റെ സൂപ്പർ നാച്ചുറൽ പ്രകൃത്യാതീത ശക്തിയുടെ ആവിഷ്കരണം സാധാരണ മനുഷ്യരായ നമ്മളിലൂടെ കർത്താവ് ചെയ്യുകയാണ്. അതാണ് 14:12 യോഹന്നാൻ പറഞ്ഞത്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളും ഇവയേക്കാൾ വലിയവയും നിങ്ങൾ ചെയ്യും. ഞാൻ അരുളി ചെയ്യുന്നു, എൻ്റെ ജനമേ, നിങ്ങൾ എൻ്റെ ശരീരമാണ്, നിങ്ങൾ എൻ്റെ അവയവമാണ്, നിങ്ങൾ എൻ്റെ ശ്വാസമാണ്, നിങ്ങൾ എൻ്റെ ഹൃദയമാണ്, നിങ്ങൾ എൻ്റെ രക്തമാണ്. നിങ്ങളിൽ ഞാൻ പൂർണ്ണമായി വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഞാൻ ചെയ്യുന്നതെല്ലാം നിങ്ങൾ ചെയ്യും. ബിലീവ് ഇറ്റ്. അതാണ് വരം. വരം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം പ്രവൃത്തി അനുസരിച്ച് മാനുഷികമായ പ്രവൃത്തി അല്ല, അത് വരമല്ല. വരം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കൊരു വരദാനമായിട്ട് നൽകുകയാണ്. ഇതാ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 1266 ഖണ്ഡിക മാമോദീസായെക്കുറിച്ച് പറയുന്നിടത്ത് അവസാനം, ആ ഖണ്ഡികയുടെ അവസാനം പറയുന്നത് ഇതാണ്: അങ്ങനെ ക്രൈസ്തവൻ്റെ അതിസ്വാഭാവിക ജീവിതത്തിൻ്റെ അതിസ്വാഭാവിക ജീവിതം, സൂപ്പർ നാച്ചുറൽ ലൈഫ്, അതിൻ്റെ സംവിധാനം മുഴുവനും മാമോദീസായിൽ വേരൂന്നിയിരിക്കുന്നു. മാമോദീസായിലൂടെ നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരമായി മാറുകയും ക്രിസ്തുവിലുള്ള ത്രിവിധ അഭിഷേകം നമുക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു. 1268 പറയുകയാണ്, മാമോദീസ സ്വീകരിച്ചവൻ വിശുദ്ധ പൗരോഹിത്യത്തിലേക്ക് ഒരു ആധ്യാത്മിക ഭവനം പണിയാനുള്ള സജീവ ശിലകളായി തീർന്നിരിക്കുന്നു. മാമോദീസ വഴി അവർ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യപരവും പ്രവാചകത്വപരവും രാജകീയവുമായ ദൗത്യത്തിൽ ഭാഗവാക്കുകളായിരിക്കും. സ്നേഹമുള്ളവരെ, ഇത് ഞാൻ അറിഞ്ഞതൊരു 40 വയസ്സായപ്പോഴാണ്. അതിനുശേഷം ഹല്ലേലൂയ, അതറിഞ്ഞു കഴിഞ്ഞിട്ട് കർത്താവ് നമ്മളെ ഇരുത്തുന്നില്ല. അതുപോലെ ജ്വലനമാണ്. ഇതാണ് നിങ്ങൾ ഓരോരുത്തരിലും ഉണ്ടാകേണ്ടത്. എന്തുകൊണ്ട് നാം വളരുന്നില്ല? എന്തുകൊണ്ട് സഭ വളരുന്നില്ല? നമ്മളൊരു പാട്ട് പാടാറില്ലേ, നീ ഉണർന്നാൽ നിന്റെ നാടുണരുന്നൊക്കെ. നാടുണരുന്നില്ല, സഭ ഉണരുന്നില്ല. കാരണം നമ്മൾ ഉണരുന്നില്ല. നമ്മളിപ്പോഴും കോഴിക്കുഞ്ഞിനെ പോലെ ഇങ്ങനെ നിലത്ത് പോയി കൊത്തി ജീവിക്കുകയാണ്. എന്നാൽ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളല്ല, നമ്മൾ കഴുകന്റെ കുഞ്ഞുങ്ങളാണ്. നമ്മൾ പറന്നുയരേണ്ടതാണ്. ഏഷ്യ 40:30 പറയുന്ന പോലെ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരേണ്ടതാണ്. നിന്നിലുള്ള അഭിഷേകത്തെ ഉണർത്തുവിൻ. ഞാൻ നിന്നിലുള്ള അഭിഷേകത്തെ ഇപ്പോൾ തന്നെ ഇത് ജ്വലിപ്പിക്കുന്നു. ഞാൻ നിന്നിൽ വസിക്കുന്നു, ഞാൻ നിന്നിൽ ജീവിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ എന്റെ ശക്തി, യേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്നതിന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് പുതുജീവൻ നൽകും. എന്റെ ജനമേ, നിങ്ങളിൽ ഈ ശക്തി ഞാൻ നൽകിയിട്ട് എന്തുകൊണ്ട് നിങ്ങളത് ഉപയോഗിക്കുന്നില്ല? നിങ്ങൾ ഇനിയും വേണ്ട പോലെ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ എൻ്റെ അത്ഭുത സിദ്ധികൾ ഉണ്ടായിട്ട് അത് വേണ്ട പോലെ ഉപയോഗിക്കുന്നില്ല. ഇത് കണ്ടുകൊള്ളുവീൻ. അത്ഭുത സിദ്ധികളല്ലേ പെന്തക്കോസ്ത കഴിഞ്ഞിട്ട് ആദ്യം നടന്നത്? എന്താണ്? പെന്തക്കോസ്ത കഴിഞ്ഞ ഉടനെ പത്രോസും യോഹന്നാനും, അപ്പോസ്തല പ്രവർത്തനം 3-ാം അധ്യായം, മുടന്തന് സൗഖ്യം. നമ്മൾ എത്ര പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണ്, ഞാനും വായിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഈ വാക്ക് എന്നെ ഇപ്പോഴാണ് കൂടുതൽ സ്പർശിക്കുന്ന. സ്നേഹമുള്ളവരെ, എന്നോട് ക്ഷമിക്കണേ. കണ്ടോ, ഒരു ദിവസം 9-ാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു. അപ്പോസ്തല പ്രവർത്തനം 3:1. അടുത്ത വാക്കിതാണ്, ജന്മനാ മുടന്തനായ ഒരാളെ എടുത്തുകൊണ്ട് ചിലർ അവിടെ എത്തി. ദേവാലയത്തിൽ പ്രവേശിക്കുന്നവരോട് ഭിക്ഷയാചിക്കാനായി സുന്ദരകവാടമെന്ന് വിളിക്കപ്പെടുന്ന ദേവാലയവാദികൾ അവനെ കിടത്തുക പതിവായിരുന്നു. കണ്ടോ? അപ്പോൾ ഇവിടെ യോഹന്നാൻ 9 നമ്മൾ കണ്ടു,
ജന്മന അന്ധനായ ഒരുവനെ ഈശോ സൗഖ്യപ്പെടുത്തിയത്. ഇവിടെ ആ സൗഖ്യം, ഈശോയിലുള്ള ആ സൗഖ്യം ജ്ഞാനസ്നാനത്തിലൂടെ ആ വരം നമുക്ക് നൽകിയിരിക്കുന്നു. പത്രോസും യോഹന്നാനും, ഈ പത്രോസും യോഹന്നാനും ഒക്കെ, ഈ പത്രോസ് എല്ലാം ഒരു വേലക്കാരിയുടെ മുമ്പിൽ പോലും യേശുവിന് സാക്ഷ്യം കൊടുക്കാൻ ശക്തിയില്ലായിരുന്ന പത്രോസ് ഇപ്പോൾ ഈ മുടന്തനെ കണ്ടപ്പോ പെട്ടെന്ന് അവന്റെ ഉൾക്കണ്ണുകൾ തുറന്നു. കർത്താവ് അവനിലൂടെ പ്രവർത്തിക്കാൻ തുടങ്ങി. അവൻ മുടന്തനെ സൂക്ഷിച്ച് നോക്കി. മുടന്തൻ വിചാരിച്ച് എനിക്കിപ്പോ വിഷയാചിക്കുന്ന ആളാണല്ലോ, പൈസ വല്ലതും കിട്ടും. അപ്പോ പത്രോസ് കൈ നീട്ടി അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, സ്വർണമോ വെള്ളിയോ എന്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ശക്തി കയറിയവരിലേക്ക് ഉയർപ്പിന്റെ ശക്തിയാണ് പെന്തക്കോസ്ത. പരിശുദ്ധാത്മ ശക്തി യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവാണ്. ഇതാ ജന്മനാ മുടന്തനായവന്റെ കാല് നീളുന്നു, കാല് നോർമലാകുന്നു, അവൻ എഴുന്നേറ്റ് ഇതാ തുള്ളിച്ചാടുന്നു. ശലഭക്കാല. നമ്മളിത് വിശ്വസിക്കൂ. ഇത് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജന്മനാ അംഗവൈകല്യമുള്ളവർക്ക്, ഓട്ടിസം ഉള്ളവർക്ക്, ഡൗൺ സിൻഡ്രം ഉള്ളവർക്ക്, ജന്മനാ രോഗികളായിട്ടുള്ളത് നമ്മുടെ ശുശ്രൂഷയിൽ തന്നെ പലരുടെയും ജന്മനാ കാല് മുടന്തരായിട്ടുള്ളവരുടെ കാല് നീണ്ടിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ജന്മനാ ഉള്ള അസുഖമായിരുന്നു. എന്ന പോലെ നമുക്ക് വിശ്വാസത്തിൽ വളരാം. സൂപ്പർ നാച്ചുറൽ ഫെയ്ത്ത്. നമ്മളിത് വിശ്വസിക്കുക. ഈ കാലഘട്ടത്തിൽ എന്തെല്ലാം രോഗങ്ങളാണ് ജന്മനാ ഉള്ളത്, എന്തുകൊണ്ട് സൗഖ്യമാകുന്നില്ല? സൗഖ്യമാകാത്തതിൻ്റെ കാരണം നമ്മുടെ വിശ്വാസക്കുറവാണ്. മർക്കോസ് 9-ാം അധ്യായത്തിൽ ഇതുപോലെ തന്നെ ഒരു രോഗിയെ ഈശോയുടെ അടുത്ത് കൊണ്ടുവന്നു. അപ്പസ്തോലന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു. അവർക്ക് സൗഖ്യപ്പെടുത്താൻ പറ്റിയില്ല. അപ്പോൾ ആ പിതാവ് ഈശോയെ കണ്ടിട്ട് പറയാണ്, നിനക്ക് പറ്റുമോ? നിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് വന്നിട്ട് അവർക്ക് പറ്റിയില്ല. അപ്പോൾ കർത്താവ് അവനോട് ചോദിച്ചു, എന്ന് മുതലാണ് ഇവനത് ഇങ്ങനത്തെ അസുഖം? അവൻ ചെറുപ്പം മുതലേ ഇങ്ങനെയാണ്. അപ്പോൾ അതും ഒരു ജന്മനാ ഉള്ള അസുഖമാണെന്ന് തന്നെ നമ്മൾ വിചാരിക്കണം. പലപ്പോഴും അവന് അത് ശൈശവം മുതൽ എത്ര കാലമായി അവൻ പറഞ്ഞു, ശൈശവം മുതൽ. പലപ്പോഴും അത് അവനെ നശിപ്പിക്കാൻ വേണ്ടി തീയിലും വെള്ളത്തിലും വീഴ്ത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ, ആ കാരണവരുടെ ചോദ്യം കണ്ടോ, എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നണേ, ഞങ്ങളെ സഹായിക്കണേ. ഈശോ പറഞ്ഞു, കഴിയുമെങ്കിലെന്നോ? നീ എന്താ വിചാരിക്കണേ? കഴിയുമെങ്കിലെന്നോ? വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. ഇവിടെയാണ് നമ്മുടെ സിറ്റുവേഷൻ. എന്താ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഒരു ഡൗൺ സിൻഡ്രം അല്ലെങ്കിൽ ഒരു ഓട്ടിസം കൊച്ചു സൗഖ്യപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞാൻ ഈ ഇടയ്ക്ക് ഒരു സഹോദരിയുടെ സാക്ഷ്യം കേട്ടു. അവൾ ഒരു ഓട്ടിസമുള്ള ഒരു കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചു, വർഷങ്ങളിൽ പ്രാർത്ഥിച്ചു. പക്ഷേ കൊച്ചിനെ ഇപ്പോൾ ഡോക്ടർ എഴുതി കൊടുത്തിരിക്കുന്നത് കൊച്ചിന് ഓട്ടിസം ഇല്ല എന്നാണ്. കൊച്ചി നോർമലായിരിക്കുന്നത് അതാണ്. അയർലൻഡിലെ ഒരു അമ്മച്ചി. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു വെല്ലുവിളിയായിരുന്നു. ഞാൻ അങ്ങനെ അധികം പ്രാർത്ഥിക്കാറില്ലായിരുന്നു. ഓട്ടിസമുള്ള കൊച്ചു ജന്മനാ ഉള്ളതല്ലേ, എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള വിചാരം. പക്ഷേ ഈ ബൈബിളിൽ നമ്മൾ നോക്കുമ്പോഴെല്ലാം ഒരുപാട് ഈശോയുടെ പ്രവർത്തനം കാണുന്നത് ജന്മനാ രോഗികളായിട്ടുള്ളവർ, അതുപോലെ യാതൊരു തരത്തിലും സൗഖ്യം കിട്ടാൻ സാധ്യതയില്ലാത്ത ലെപ്രസി മാറുന്നു. അപ്പോൾ ഇവിടെ ഈശോ പറയുകയാണ്, ഈശോ കൊച്ചിനെ സൗഖ്യപ്പെടുത്തി. അത് കഴിഞ്ഞിട്ട് അപ്പസ്തോലന്മാർ, ഇതാണ് നമ്മുടെ കാര്യം. ഈശോ ഒറ്റയ്ക്കായിരുന്നപ്പോൾ അപ്പസ്തോലന്മാർ ഈശോയുടെ അടുത്ത് വന്ന് ചോദിച്ചു. യേശു വീട്ടിലെത്തിയപ്പോൾ 28, മർക്കോസ് 9:28, ശിഷ്യന്മാർ സ്വകാര്യമായി ചോദിച്ചു, എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? ഇതല്ലേ നമ്മുടെ അവസ്ഥ. അവൻ പറഞ്ഞു, പ്രാർത്ഥന കൊണ്ടല്ലാതെ. മുൻപത്തെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടെന്ന്. മലയാളത്തിൽ തന്നെ ഇതിനു മുമ്പുള്ള എഡിഷൻ.
ഇവിടെ ഫുട് നോട്ടിൽ പറയുന്നുണ്ട്. ചിലയിടത്ത് ഉപവാസമൊന്നും അല്ല, ഉപവാസം ഇതിനകത്ത് മാറ്റിക്കളഞ്ഞു. പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവുകയില്ല. അപ്പം അതിൻ്റെ അർത്ഥം നമ്മുടെ വിശ്വാസം വളരണം. നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുകയും ഉപവാസവും ചെയ്ത് ദൈവിക ശക്തിയാൽ നിറയണം. സ്നേഹമുള്ളവരെ, വരുവിൻ. നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ളവരും, മലയാളത്തിൽ നമ്മുടെ വരദാന അഭിഷേക ധ്യാനങ്ങൾ കൂടിയിട്ടുള്ളവരും, മധ്യസ്ഥ പ്രാർത്ഥനാ ധ്യാനം കൂടുന്നവരും, കൂടാതെയും കത്തോലിക്ക സഭയുടെ മതബോധന പഠന കളരിയിലും കഠേനാവറയായിലെല്ലാം പഠിക്കുന്ന നിങ്ങളെല്ലാവർക്കും വേണ്ടിയാണ് ഈ ക്ലാസ് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ തരുന്നത്. ഇതൊരു ഫോളോ അപ്പ് ആയിട്ട് ഇത് നിങ്ങൾ പല പ്രാവശ്യം കേട്ടുകൊണ്ട് നമ്മളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം. നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ഇതെല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മളിലുള്ള അഭിഷേകം വളരട്ടെ. ഈശോ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നവർ ഞാൻ ചെയ്ത പ്രവൃത്തികളും അതിനേക്കാൾ വലിയവയും ചെയ്യും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അഭിഷേകം പെന്തക്കോസ്താ ദിനത്തിൽ സഭയുടെ ആരംഭത്തിൽ തന്നെ സൂപ്പർ നാച്ചുറൽ പവർ, കർത്താവിൻ്റെ പ്രകൃത്യാതീത ശക്തിയാണ് പെന്തക്കോസ്തായിലൂടെ ഞങ്ങൾക്ക് നൽകിയത്. ആ ശക്തി ഇന്നും ഞങ്ങളിൽ ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ അത് ജ്വലിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വരുവിൻ, നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ഹലബല 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 ഹല്ലേലൂയ ഹല്ലേലൂയ. ഷാജി ഹലബല 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 മരിയ ഹലബല 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 ഹലമക്കറ ശല്ലക്കറമക്കറ അറുലബറമക്കറ ഹീരിയലബുറമക്കറ. എല്ലാവരിലേക്കും, സഭ മുഴുവനിലേക്കും ഒരു പുതിയ പെന്തക്കോസ്ത സഭ മുഴുവനിലും എല്ലാ വരദാനങ്ങളിലും വളർന്നുകൊണ്ട് സഭയിൽ വലിയൊരു ചൈതന്യം ഉണ്ടാകട്ടെ. ഒരു പുതിയ സുവിശേഷ ചൈതന്യം ഉണ്ടാകട്ടെ. വിശ്വാസം വർദ്ധിക്കട്ടെ. ഇതാ അത്ഭുത ശക്തി ഇതാ ഒഴുകുന്നു. അത്ഭുത ശക്തി ഇതാ ഒഴുകുന്നു. ഇപ്പൊ തന്നെ പലർക്കും സൗഖ്യം കിട്ടുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇതാ അത്ഭുത രോഗശാന്തികൾ നടക്കുന്നു. മുട്ടിന് അസുഖമുള്ളവരുടെ മുട്ട് സൗഖ്യപ്പെടുത്തുന്നു. അസുഖമുള്ളവരുടെ മുട്ടിന്റെ രോഗം സൗഖ്യപ്പെടുത്തുന്നു. മുട്ടിന്റെ വേദന മാറ്റുന്നു. മുട്ടിന്റെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞവർ സൂക്ഷിക്കണം. അവർ വീണ്ടും പ്രാർത്ഥിക്കൂ. ഓപ്പറേഷൻ വേണ്ടാതെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. ആരെയോ ഓപ്പറേഷൻ വേണ്ടാതെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. മുട്ടിന്റെ നീ റീപ്ലേസ്മെന്റ് ഓപ്പറേഷൻ വേണ്ടാതെ കർത്താവ് സൗഖ്യപ്പെടുത്തും. ബിലീവ് ഇൻ ദ സൂപ്പർനാച്ചുറൽ. കണങ്കാലിന്റെ അസുഖം സൗഖ്യപ്പെടുത്തുന്നു. കണങ്കാലിന്റെ ഔഖ്യം സൗഖ്യപ്പെടുത്തുന്നു. ബാക്ക് പെയിൻ ഹിപ്പ് പെയിൻ തലവേദന, ശക്തമായ തലവേദന, മൈഗ്രെയിൻ ഹെഡേക്ക് സൗഖ്യപ്പെടുത്തുന്നു. ശരമക്കുറ. ഇതാ ഇവിടെ എന്താ മെസ്സേജ് ഇപ്പോ? ഹലബല 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 മരിയ. തലയുടെ വലതുവശത്ത് ഭയങ്കരമായി പൊട്ടിപ്പൊളിയുന്ന വേദന. ഉറക്കമില്ലാത്ത വ്യക്തിക്ക് ഉറക്കം കൊടുക്കുന്നു. ഇടത് കൈയുടെ ചെറുവിരലിന്റെ മുഴ ഉള്ളത് കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. എപ്പോഴും കണ്ണീന്ന് വെള്ളം വരുന്ന ഒരു വ്യക്തിക്ക് സൗഖ്യം കിട്ടുന്നു. കർത്താവേ, ഞങ്ങളിലുള്ള വരദാനങ്ങളെ ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ജന്മനാരോഗികളായിട്ടുള്ളവർ, പ്രത്യേകിച്ച് ഡൗൺ സിൻഡ്രോം അല്ലെങ്കിൽ ഓട്ടിസം ഉള്ളവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഓട്ടിസം, ഡൗൺ സിൻഡ്രോം രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ, ദൈവത്തിന് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവർക്ക് സകലതും സാധ്യമാണ്. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം. ഞങ്ങളിലുള്ള അഭിഷേകം തുറക്കണമേ. ഞങ്ങളിലുള്ള സൂപ്പർ നാച്ചുറൽ അഭിഷേകം തുറക്കണേ. ഞങ്ങളിലുള്ള പ്രകൃത്യാതീത ശക്തി തുറക്കണമേ. Praise the Lord. Praise the Lord. സ്നേഹമുള്ളവരെ, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ 0091
944-719-6033. വളരെ ബുദ്ധിമുട്ടുള്ള രോഗങ്ങളുള്ളവർക്ക് എനിക്ക് മെസ്സേജ് തരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഫോണിലൂടെ പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഇപ്പോൾ നാട്ടിൽ നടക്കാൻ പോകുന്ന ഈ 2 പ്രോഗ്രാമുകളിലും നിങ്ങൾ വന്ന് പങ്കെടുത്ത് നമ്മൾ ഒരുമിച്ച് അതൊരു വർക്ക്ഷോപ്പ് മാതിരിയാണ്. നിങ്ങളുടെ വരദാനങ്ങളെ ജ്വലിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് നിങ്ങൾക്കറിയാവുന്നവരോടും എല്ലാം പറഞ്ഞെല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരിക. എമ്മാവൂസിൽ ജൂലൈ 7, 8, 9 3 ദിവസവും, അട്ടപ്പാടിയിൽ ജൂലൈ 20, 21, 22, 23, 24 രാവിലെ തീരും. അങ്ങനെ 4 ദിവസവും പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും നന്ദി. അതുകൂടാതെ മലയാളത്തിൽ ഇനിയുള്ള കുറച്ച് ദിവസം നാട്ടിൽ വന്നിട്ട് കുറച്ച് ദിവസം സാവധാനം നമ്മൾ കഥയും അവരെയും കാറ്റഗിസവും എല്ലാം പഠിക്കുന്നതായിരിക്കും. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ.